إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ സമഗ്രതയിൽപ്പെട്ടതാണ് സമൂഹത്തിൻ്റെ ഓരോ തുറകളിലുമുള്ള ആളുകളെ അത് മഹനീയമായി പരിഗണിക്കുന്നു എന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വാർദ്ധക്യം ചെന്ന ആളുകളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ശക്തമായ നിലക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരാൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ദുർബലമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പരിഗണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും വൃദ്ധന്മാർക്ക് ധാരാളം വിഷയങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅലൽ ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമേ നോമ്പ് നോൽക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലെത്തിയ വൃദ്ധന്മാർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വൃദ്ധന്മാരിൽ ആ നിയമം ലോകാവസാനം വരെ നിലനിൽക്കുന്നു. അവർ ഓരോ നോമ്പിനു പകരവും ഫിദിയ നൽകിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശാരീരികമായ അവസ്ഥയെ റഹ്മാനായ റബ്ബ് പരിഗണിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആ പരിഗണന നാമും വാർദ്ധക്യം ചെന്ന ആളുകൾക്ക് നൽകണം. ഉലമാക്കൾ പറയുന്നത്, അവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കരുത്. പലപ്പോഴും മക്കൾ യുവാക്കളോട് കൽപ്പിക്കുന്നത് പോലെ മാതാപിതാക്കളോട് കൽപ്പിക്കുകയും അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ വരെ മാതാപിതാക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യമില്ലാത്ത മക്കൾ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. പാടില്ല. സമൂഹവും കുടുംബങ്ങളും അവരെ പ്രത്യേകം പരിഗണിക്കണം. അതേപോലെ തന്നെയാണ് അവരുടെ മനസ്സും. വെറുപ്പുള്ള ഒരു മുഖം പോലും അവരുടെ ഹൃദയത്തെ തകർത്ത് കളയും. ഒരു നോട്ടം പോലും അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഛേ എന്ന വാക്കുപോലും നിങ്ങൾ അവരോട് പറയരുത്. കാരണം മൈന്യൂട്ടായ ആ ഒരു വാക്കുപോലും അവരുടെ മനസ്സിനെ തകർത്ത് കളയുന്നതാണ്. നിങ്ങളവരെ കൈയൊഴിയരുത്. കാരണം നിങ്ങളവരെ അവഗണിക്കുന്നു എന്ന ചിന്ത പോലും, ശരീരവും മനസ്സും ദുർബലമായിരിക്കുന്ന ആ ഒരവസ്ഥയിൽ നിങ്ങളവരെ അവഗണിക്കുന്നു എന്ന ചിന്ത അവർക്കുണ്ടാവാൻ പാടില്ല. പരിഗണിക്കുന്നു എന്ന ചിന്ത ഉണ്ടാകണം. അതേപോലെ തന്നെ ഏറ്റവും മാന്യമായ വാക്കുകൾ ആലോചിച്ച് ഉറപ്പിച്ച് ആ വാക്കുകൾ സംസാരിക്കണം. കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. കാരണം നിങ്ങളുടെ മനസ്സും ശരീരവും ദുർബലമായിരുന്ന കുഞ്ഞു പ്രായത്തിൽ അങ്ങേയറ്റം അവർ നിങ്ങളെ പരിഗണിച്ചു. അവരുടെ ശബ്ദം പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി. സാധാരണ സംസാരിക്കുന്ന ആളുകൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ കുഞ്ഞുള്ളവരെ പോലെയാണ് സംസാരിക്കുക. എന്താണത്? മക്കളെ താലോലിക്കുകയാണത്. നല്ല വാക്കുകൾ പറയുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ്. ഏതെല്ലാം നിലക്ക് മക്കളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ സന്തോഷിപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നു. ആ മാതാപിതാക്കൾ വൃദ്ധരായാൽ
അവർക്ക് ഒട്ടും പരിഗണന നൽകാതെ പരുഷമായ വാക്കുകൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും അവരെ തകർത്ത് കളയുക എന്നുള്ളത് ഒരിക്കലും ശരിയായ നിലപാടല്ല. അതുകൊണ്ട് ആ നിലക്ക് അവർക്ക് നൽകേണ്ടുന്ന എല്ലാ ആദരവുകളും പരിഗണനയും മുസ്ലിം സമൂഹം അവർക്ക് നൽകേണ്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, ഹല്ലാ തറക്ത ശൈഖ ഫീ ബൈതി ഹത്താ അകൂന അന ആതിയ, ഈ ഷെയ്ഖിനെ എന്തിനാണ് ബുദ്ധിമുട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വീട്ടിൽ തന്നെ ഇരുത്തരുതായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരികയില്ലേ? എന്തിനാണ് ഉപ്പയെ വിഷമിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്? അദ്ദേഹം വൃദ്ധനല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖിയാറുക്കും അത്വലുക്കും അഅമാറ വ അഹ്സനുക്കും അഅമാല, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അഥവാ അള്ളാഹു പരിഗണിക്കുന്നത് കൂടുതൽ പ്രായമുള്ള ആളുകൾ, അതോടൊപ്പം സൽക്കർമ്മത്തിൽ മുന്നേറുന്ന ആളുകളും എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ പ്രായം ചെന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖിയാറുകളാണ്, നല്ല അവസ്ഥയിലുള്ളവരാണ്. അള്ളാഹു അവരെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ആദരിക്കുക എന്നുള്ളത് റഹ്മാനായ റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതിലും പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമതി ശൈബത്തിൽ മുസ്ലിം, അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കുന്നതിൽ പെട്ടതാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട നരച്ച ആളുകളെ ആദരിക്കുക എന്നുള്ളത്. റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണത് എന്നാണ്. നരവന്ന ആളുകളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന വയഅരിഫ് ഹഖ്ഖ കബീരിന, നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല. ഇസ്ലാമിൻ്റെ സംസ്കാരമല്ലാതെ എന്നർത്ഥം. വയഅരിഫ് ഹഖ്ഖ കബീരിന, നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ ഹക്ക്, അവരുടെ അവകാശം അറിയാതെ പോയവരും. നോക്കൂ, നൽകാതെ പോയവർ എന്നതിനേക്കാൾ അവിടെ ഉപയോഗിച്ചത് വയഅരിഫ് എന്നാണ്. അറിയണം, പഠിക്കണം, മുതിർന്നവർക്ക് നൽകേണ്ട ആദരവുകൾ എന്താണ്, ബഹുമാനം എന്താണ്, അവരോടെങ്ങനെ പെരുമാറണം എന്നതിൽ ഇൽമ് വേണം, വിജ്ഞാനം വേണം. അതാണ് വയഅരിഫ് ഹഖ്ഖ കബീരിന. മുതിർന്നവരുടെ ഹക്കിനെക്കുറിച്ച് അറിവില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അത് അറിയാതെ പോകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നു. ഒരിക്കൽ സ്വഹാബികൾ ഇരിക്കെ ഒരു വിഷയത്തിൽ മുതിർന്നവർ ഉണ്ടായിരിക്കെ ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബ്ബിർ ഖബ്ബിർ, നീ മിണ്ടാതിരിക്കുക, മുതിർന്നവർ പറയട്ടെ, പ്രായമുള്ളവർ പറയട്ടെ, അതുകൊണ്ട് വലിയവർക്ക് സ്ഥാനം നൽക്, അവർ സംസാരിക്കട്ടെ. സമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഖദ് കുൻതു ഗുലാമൻ അഹ്ഫളു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീഥ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എങ്കിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്, ഹിഫ്ളാക്കിയിട്ടുണ്ട്. പക്ഷേ സദസ്സിൽ ഞാനത് പറയാറില്ല. വലം യംനഉനി മിനൽ ഖൗലി ഇല്ലാ അന്ന ഹാഹുനാ റിജാലൻ ഹും അസന്നു മിന്നി, എന്നേക്കാൾ പ്രായമുള്ള ആളുകൾ ആ കൂട്ടത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാതിരിക്കുന്നത്. പക്ഷേ പലതും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ ഹിഫ്ളാക്കിയത് എന്നിലുണ്ട്. പക്ഷേ ഞാൻ മുതിർന്നവരെ പരിഗണിച്ചുകൊണ്ട് മിണ്ടാതിരിക്കലാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, മുതിർന്ന ആളുകളുള്ളപ്പോൾ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. എന്നാൽ ഇന്ന് വലിയവർ പറയുന്നതിന് യാതൊരു സ്ഥാനവും നൽകുന്നില്ല. മക്കൾക്ക് ആ ഒരു ആദരവ് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കാരണം വല്യുപ്പയോട് വല്യമ്മയോട് എൻ്റെ ഉപ്പയും ഉമ്മയും എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മക്കൾ കാണുന്നുണ്ട്. ആ മക്കൾ എങ്ങനെയാണ് തൻ്റെ പിതാവിനും മാതാവിനും ബഹുമാനം നൽകുന്നത്? നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ നമ്മളത് പഠിപ്പിക്കണം. വല്യുപ്പയെ വല്യുമ്മയെ എങ്ങനെയാണ് എൻ്റെ ഉപ്പയും ഉമ്മയും പരിഗണിക്കുന്നത് എന്ന് മക്കൾ കാണണം. എങ്കിലേ അവരിലും ആ ഒരു സംസ്കാരം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ നിലക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുതിർന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നാം മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ബറകതു മഅ അകാബിരിക്കും. അല്ലാഹു ബറക്കത്ത് നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരിൽ നിശ്ചയിച്ചിരിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കളിൽ, നമ്മുടെ ജ്യേഷ്ഠന്മാരിൽ, മുതിർന്ന ജ്യേഷ്ഠന്മാരിൽ, നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരിൽ, നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽ, മുസ്ലിം ഉമ്മത്തിലെ പ്രായം ചെന്നവരിൽ അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അൽ ബറക്കത്തു മഅ അകാബിരിക്കും. അവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ മുതിർന്നവരെ കൂടെ നിർത്തണം, അകറ്റി നിർത്തരുത് എന്നർത്ഥം. പലരും അവരെ അകറ്റി നിർത്തുന്നു. ജീവിതത്തിൻ്റെ നിർണായകമായ തീരുമാനങ്ങളിൽ വീട്ടിലുള്ള വാർദ്ധക്യം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായാൽ അത് ഐശ്വര്യക്കേടാണ് എന്ന് പുതുതലമുറ വിചാരിക്കുകയാണ്. ന്യൂ ജനറേഷൻ എന്ന് പേരിട്ടിട്ട് അവർ സ്വയം പുകഴ്ത്തുന്നു, ഞങ്ങൾ ന്യൂജനാണ്, അതുകൊണ്ട് പഴമക്കാരെ ഞങ്ങൾക്ക് വേണ്ട, അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, അവരുടെ സാന്നിധ്യം പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അങ്ങനെ ആവരുത് മുസ്ലിമീങ്ങൾ. അവരെ കൊണ്ടുവരണം. നമ്മുടെ മജ്ലിസുകളിൽ അവർക്ക് വലിയ സ്ഥാനം വേണം. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ അവർക്ക് വലിയ സ്ഥാനം വേണം. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താലേ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ ബറക്കത്തുണ്ടാവുകയില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ. ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഏത് വ്യക്തിയാണെങ്കിലും, ഫകാഫിഉ, നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം എന്നാണ്. നിങ്ങൾക്കൊരു നന്മ ഒരാൾ ചെയ്താൽ പ്രത്യുപകാരം ചെയ്യണം. എങ്കിൽ നാം പ്രത്യുപകാരം ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ നിങ്ങളെ പോറ്റി വളർത്തിയത്. പ്രാർത്ഥനയിൽ പോലും നമ്മൾ പറയുന്നത് എന്താണ്? റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ റബ്ബേ നീ അവരോട് കാരുണ്യം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഓർമ്മയാണ്. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങളുടെ ഫലമാണ് ഇന്ന് ഞാൻ റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി എന്ന് ചിന്തിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യും. ആ നിലക്ക് അവരെ പരിഗണിച്ച് ആദരിച്ച് ബഹുമാനിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സമൂഹമായി നമ്മൾ മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഖുതുബ പറയാനും പ്രസംഗിക്കാനുമുള്ളൊരു വിഷയം, അതേപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാനും ഇരിക്കാനുമുള്ളൊരു സബ്ജക്റ്റ് എന്നതിനപ്പുറത്ത് ഈ പറഞ്ഞതൊന്നും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അമലാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയൊരു വിഷയമാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അമലാക്കി നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ അമലാക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ ഇതൊക്കെ അമലാക്കുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള, സമാധാനമുള്ള, ബറക്കത്തുള്ള വീടും നാടും നമുക്കുണ്ടാകും. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقيموا الصلاة